വമ്പൻ വിജയമുണ്ടാക്കിക്കൊണ്ട് മലപ്പുറം ജില്ല തൂത്തുവാരും. സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിൽ പല അത്ഭുതകരമായ റിസൾട്ട് UDF അനുകൂലമായിട്ട് വരും. കേരളത്തിലുടനീളം ഇപ്പോൾ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു പ്രതിഭാസം തന്നെയാണിത്. ജനങ്ങൾ ഉത്സാഹഭരിതരാണ്. ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ ഒന്നും നടക്കുന്നതല്ല. ഇവിടുന്ന് ആരംഭം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു മാറ്റത്തിൻ്റെ സൂചന നല്ല പോലെ തന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് രംഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ മനസ്സിൽ രാഷ്ട്രീയമായി പറയാണ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ സ്ഥിതി തുടർന്നുകൂടാ, ഇങ്ങനെ പോയിക്കൂടാ എന്നുള്ള ഒരു ചിന്ത രൂഢമൂലമായി ആഴത്തിൽ നല്ല പോലെ ജനങ്ങളുടെ ഹൃദയത്തിൽ വന്ന കാഴ്ചയാണ് ഞാൻ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഞാനിങ്ങോട്ട് വരുമ്പോൾ വയനാട്ടിലുള്ള നമ്മുടെ പ്രസിഡൻറ്റുമായിട്ട് ഫോണിൽ ചർച്ച ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ ഞാൻ വീണ്ടും വിളിക്കാരന് കട്ട് ചെയ്തതാണ്. അപ്പം ഞാൻ ചോദിച്ചു, വയനാട് ജില്ലയിൽ ഈ തവണ നമ്മൾ മത്സരിക്കുന്നപ്പോൾ ഷെരീഫ് കുറ്റൂരിലൂടെ മത്സരിക്കുന്ന പോലെ അവിടെ ജില്ലാ സ്ഥാനാർത്ഥികളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ എന്നോട് ജില്ലാ പ്രസിഡന്റ് നമ്മൾ മത്സരിക്കുന്ന സീറ്റുകൾ 100% വിജയിക്കും, ഒറ്റ ഒന്ന് തോൽക്കൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്ര കോൺഫിഡൻസോട് കൂടി പറയാൻ എന്താണ് കാരണം? അതുപോലെ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലും ബഹുഭൂരിപക്ഷം. അപ്പോൾ UDFന് ജില്ലാ ഭരണം കിട്ടും. ഓരോ ജില്ലയിലും ചോദിക്കുമ്പോൾ സാധാരണ ഈ തെരഞ്ഞെടുപ്പ് വളരെ നന്നായി പോകുന്നുണ്ട്, ഭൂരിപക്ഷം കിട്ടും എന്നൊക്കെ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നതിന് പകരം അതിലേറെ ഉറപ്പായിട്ട് ഇത്തവണ വ്യത്യാസം ഉണ്ടാവും, മാറ്റം ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിലുണ്ട്. അതെങ്ങനെയാണ് ഇല്ലാതിരിക്കുക? നമുക്കൊക്കെ അറിയാം. ഏറ്റവും അവസാനം നമ്മുടെ ഗവൺമെൻറ് കഴിഞ്ഞു പോയത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ്. ആ കാലത്തുണ്ടായിരുന്ന കേരളമാണോ ഇപ്പോൾ? ആ കാലത്തുണ്ടായിരുന്ന ചർച്ചകളാണോ ഇപ്പോൾ? ആ കാലത്തുണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങൾ അങ്ങനെ വല്ലതും ഇപ്പം ഉണ്ടോ? അന്ന് ചർച്ചയായിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ഇവിടെ IT വികസനം, അതുപോലെ തന്നെ മറ്റ് ഉമ്മൻചാണ്ടി ഓടി നടന്ന് ആളുകളെടുത്ത് പെറ്റീഷൻ വാങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കൽ, അങ്ങനെയൊക്കെയായി അതിവേഗം ബഹുദൂരം എന്നും പറഞ്ഞ് നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ഉഗ്രൻ പോക്കായിരുന്നു, ഒരു വലിയ മുന്നേറ്റമായിരുന്നു. ആ വലിയ മുന്നേറ്റത്തിൻ്റെ ഒരു കാര്യമാണ് ജനങ്ങൾ ചർച്ച ചെയ്തത്. ആ മുന്നേറ്റം ഈ ഉമ്മൻചാണ്ടിയൊക്കെ പറയുന്ന, ഇവരൊക്കെ പറയുന്ന, ഞങ്ങളൊക്കെ പറയുന്ന അത്രക്ക് ഉണ്ടോ ഇല്ലേ എന്നായിരുന്നു ചർച്ച. പക്ഷേ ഇന്ന് ആ വക വല്ല കാര്യങ്ങളും കേരളം ചർച്ച ചെയ്യുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറേ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും പറയുക, എന്നിട്ട് ആളുകളെ മോഹിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചില്ലറ കിറ്റോ ആനുകൂല്യമോ ആ സമയത്ത് കുറച്ച് കൊടുക്കുക. പിന്നെ ഈ കേരളത്തിലെ ജനങ്ങളെ സാമുദായികമായി ഡിവൈഡ് ചെയ്യാൻ BJP ഇന്ത്യ രാജ്യത്ത് ചെയ്യുന്നത് പോലെ ഇവിടെ ചില പൊടിക്കൈകളൊക്കെ UDFനെ ഭിന്നിപ്പിക്കാൻ ജാതീയവും മതപരവുമായ ചില പൊടിക്കൈകളൊക്കെ പ്രയോഗിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമുക്കറിയാം രാജ്യത്ത് മുഴുവൻ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പല പരിമിതികളുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകേണ്ട ഒരു പാർട്ടിയാണ്. അപ്പോൾ ആ നിലക്ക് മർമ്മം നോക്കി സാമുദായികമായി ജാതീയമായി അത്തരം കാര്യങ്ങളിലൊന്നും പോവാതെ മതേതരത്വം പറഞ്ഞ് വളരെ സ്ട്രൈറ്റ് ഫോർവേഡായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ പോകുമ്പോൾ BJPക്ക് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവർക്ക് വർഗീയത പറഞ്ഞാൽ മതി. ആളുകളുടെ പട്ടിണി നോക്കണ്ട, നോർത്ത് ഇന്ത്യയിലെ കർഷകരുടെ കാര്യം നോക്കണ്ട, ഡൽഹിയിലെ വായുമലിനീകരണം നോക്കണ്ട, ഒന്നും നോക്കണ്ട. എല്ലാം മോശമാണ്, എല്ലാം മോശമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി സമയം വരുമ്പോൾ വർഗീയത പറഞ്ഞാൽ മതി. വിഭാഗീയത പറഞ്ഞ ആളുകളെ ഇളക്കി വിട്ടാൽ എളുപ്പം ഏശുന്ന പ്രദേശങ്ങളിൽ അത് പയറ്റി അങ്ങനെ കുറച്ച് വോട്ട് വാങ്ങി ജയിക്കുക.
ഇടതുപക്ഷം കേരളത്തിൽ അതേ വിഭാഗീയതയാണ്. യു ഡി എഫിനെ പറ്റി വർഗീയത പറയാം, യു ഡി എഫിനെ പറ്റി വിഭാഗീയത നമ്മളുണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നിട്ട് സകലമാന വർഗീയ കൂട്ടുകെട്ടും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ അവർ നടത്തുക. എന്നാൽ നാട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യൂല. പഞ്ചായത്ത് ഭരണസമിതികളാണ് പോയത്, പണം കിട്ടാതെ ബുദ്ധിമുട്ടി. നേരെ മറിച്ച് നമ്മളെ സമയത്ത് എങ്ങനെയായിരുന്നു? നിശ്ചിത സമയത്ത് നിശ്ചിത പണം കൊടുക്കും. അപ്പോൾ ആളുകൾ പൊതുവെ മാറ്റം. പിന്നെ ഇപ്പോൾ ഈ ശബരിമല കൊള്ളയൊക്കെ എന്താ പറയുക, എന്തെങ്കിലും ഇപ്പോൾ ഒരു പദ്ധതിയിൽ കുറച്ച് വേണ്ട പോലെ സൂക്ഷ്മത ഉണ്ടായില്ല, അല്ലെങ്കിൽ അഴിമതിയുണ്ട് എന്നൊക്കെ പൊതുരംഗത്ത് പറയൽ സാധാരണയാണ്. അത് പാടില്ലാത്തതാണ്. പക്ഷേ അഴിമതി ആരോപണങ്ങളൊക്കെ വരാറുണ്ട്. ഇത് അഴിമതി ആരോപണമാണോ? അല്ല, കള്ളരെ താക്കോൽ ഏൽപ്പിച്ചമാതിരി നോക്കാൻ ഏൽപ്പിച്ചവൻ തന്നെ കട്ടുകൊണ്ട് പോകുന്ന കഥ. അതും അമ്പലം മുക്കുകയാണ്. ഓരോ ദിവസവും അവിടെ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ ഇന്നിപ്പോൾ പുതിയതാണ്. കുറേ ദിവസം പൂശിയ അല്ല അവിടെ ഘടിപ്പിച്ച സ്വർണം അത് പോയി എന്നായിരുന്നു. പിന്നെ അതിൻ്റെ പീഠം പോയി. പിന്നെ വാതിലേ കാണാനില്ല. ഇന്നിപ്പോൾ പറയുന്നത് കാലം കുറയായി, 2007 മുതൽ തുടങ്ങിയതാണ് ഇത്. ഇവരുടെ സമയത്ത് മുമ്പും ഇത് നടന്നിട്ടുണ്ട്. ഇവർക്കേതായാലും ഇതിൽ വിശ്വാസമില്ല. അപ്പം എന്നാ കിട്ടുന്നത് പോരട്ടെ, ദുന്യാവുന്ന തന്നെ കിട്ടുന്നത് പോരട്ടെ എന്ന നിലക്ക് ഒടിച്ചൂരിയിട്ടുണ്ട് എന്നുള്ളത് ഓരോ ദിവസം ഇന്നിപ്പോൾ വാർത്തയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ പല സാധനങ്ങളും അവിടുന്ന് പോയിട്ടുണ്ടെന്നാണ്. അമൂല്യമായ സാധനങ്ങളല്ലേ വിശ്വാസികൾ നോർത്ത് ഇന്ത്യയിലൊക്കെ, അവിടെ ഉത്തരേന്ത്യയിലൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കൊണ്ടുപോയി വെച്ച്, ഇവിടെ തന്നെയും വെച്ച് ഇതിൻ്റെ മൂല്യം, സ്വർണത്തിൻ്റെ മൂല്യം ഇത്ര കിലോ സ്വർണം എന്നുള്ളതല്ല, ആ പുണ്യവസ്തുവിൻ്റെ മൂല്യം അത് വിശ്വാസികൾക്ക് അളവറ്റതാണ്. അപ്പം അതുകൊണ്ട് പോയി എങ്ങനെയൊക്കെ കാശുണ്ടാക്കാം എന്ന് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നു. എന്നിട്ട് ഇതും കൊണ്ട് നടന്ന് ഇതൊക്കെ ഈ കേരളത്തിൽ നടന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോയിക്കൂടാ എന്നുള്ളത് ജനങ്ങൾ ഒരു തീരുമാനം എടുത്തു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്ന് കാണുന്ന ഈ മാറ്റത്തിൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ നിലവാരം പോവുകയാണ്, കുട്ടികൾ നാടുവിടുകയാണ്. ഞാൻ നേരത്തെ IT പറഞ്ഞു, തൊഴിലവസരം. നമ്മുടെ സമയത്തൊക്കെ എത്ര തൊഴിലവസരങ്ങളാണ് ഒരു വർഷവും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നു, ഇപ്പം അതില്ല. അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രികൾ നടക്കുന്ന സ്ഥിതി കണ്ടില്ല. പൈസ ഒന്നിനും പണം അവരുടെ കയ്യിലില്ല. പണം ഏതോ വഴിക്ക് ചോരുകയാണ്. ഏത് വഴിക്കാന്ന് അറിഞ്ഞൂടാ. ഈ ഖജനാവും ഈ ആളുകളൊക്കെ തന്നെ ഞങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്, അന്ന് പണം ഉണ്ടായിരുന്നല്ലോ. അന്നുണ്ടായിരുന്ന പണം ഇപ്പം എങ്ങനെ ഇല്ലാതായത്? ഒന്നിനും കാശില്ല. പഞ്ഞി വാങ്ങാൻ കാശില്ല, ഇട്ടുകൊടുക്കാൻ കാശില്ല. എന്നിട്ടാണ് വലിയ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളി നീക്കുന്നത്. നമ്മുടെ ചികിത്സാരംഗം മുഴുവൻ അപകടത്തിലായി. നമ്മുടെ സമയമായിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ ലാസ്റ്റിലെ ഗവൺമെൻറ്റിൻ്റെ സമയമായിട്ടുങ്ങളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കി, മനസ്സിലൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ മതി. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഈ ദുർഭരണം അവസാനിച്ചേ പറ്റൂ എന്ന തീരുമാനം ജനങ്ങൾ എടുത്തിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ഇരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും, യാതൊരു സംശയവുമില്ല. ജനങ്ങൾ ഇവരെ തൂത്തെറിയും. എല്ലാ ബ്ലോക്കിലെ സ്ഥാനാർത്ഥികളും ജില്ലയിൽ ഷരീഫ് എല്ലാവരും ഇവിടെ ആ തരത്തിലുള്ള വമ്പൻ വിജയമുണ്ടാക്കിക്കൊണ്ട് മലപ്പുറം ജില്ല തൂത്തുവാരും. സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിൽ പല അത്ഭുതകരമായ റിസൾട്ട് UDF അനുകൂലമായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണം പരിപാടികൾ ആരംഭിക്കുന്നേ ഉള്ളൂ. പല സ്ഥലങ്ങളിലും ഇവിടെ വന്ന് ഈ പരിപാടിയിൽ ഇവരൊക്കെ എല്ലാവരും ഉള്ള നിറഞ്ഞ നല്ല ഒരു കൺവെൻഷനിൽ വന്ന് സംസാരിച്ചു പോകാൻ കഴിഞ്ഞതിൽ എനിക്കും മതിയായ സന്തോഷമുണ്ട്. തുടക്കം നന്നായി, ഒടുക്കും നന്നാവും, യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കൺവെൻഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്തായിരിക്കും.